മലയോര മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഓരോ ദിവസവും രൂക്ഷമാകുമ്പോൾ സംസ്ഥാന ബജറ്റ് മലയോര ജനതയെ പരിഹസിക്കുകയാണ് ചെയ്തത്. വെറും 70 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ വന്യജീവി പ്രതിരോധത്തിന് നീക്കിവെച്ചത്. കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി ആവശ്യമായ പണം നേടിയെടുക്കാൻ വനം മന്ത്രിക്ക് സാധിച്ചതുമില്ല. ബഡ്ജറ്റിലെ പണം ഒരു ഗുരുതരമായ ഓരോ ദിവസവും മനുഷ്യൻ മരിച്ചു വീഴുന്ന, കൊല്ലപ്പെടുന്ന, മനുഷ്യനെ കടുവ പരസ്യമായി ഭക്ഷിക്കുന്ന, അതീവ വേദനയുള്ളതായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ ബഡ്ജറ്റ് അതിൻ്റെ സാമൂഹ്യ മാനുഷിക ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല. വയനാട് ജില്ലയിൽ മാത്രം 2100 കിലോമീറ്റർ വനാതിർത്തിയുണ്ട്. ഇതിൽ 300 കിലോമീറ്ററെങ്കിലും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ട മേഖലയാണ്. 1 കിലോമീറ്റർ ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് നിർമ്മിക്കാൻ 40 ലക്ഷം രൂപയെങ്കിലും വേണം. അപ്പോഴാണ് സംസ്ഥാനത്തൊട്ടാകെ വന്യജീവികളെ പ്രതിരോധിക്കാൻ 70 കോടി രൂപ മാത്രം ബജറ്റിൽ നീക്കിവെച്ച ധനകാര്യമന്ത്രി മലയോര ജനതയെ പരിഹസിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിച്ച് അതിവേഗം പരിഹരിക്കുന്നതിനായി 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടിയാണ് വകയിരുത്തിയത്. ഇതിൽ 21.55 കോടി വർദ്ധിച്ച് 70.4 കോടിയായി ഉയർത്തുന്നു. വനാതിർത്തികളിലെ അടിക്കാട് വെട്ടാൻ പോലും ഈ തുക തികയില്ലെന്ന് കർഷകർ പറയുന്നു. 6 റേഞ്ച് ഓഫീസ് തന്നെ ഉണ്ട് നമ്മുടെ വയനാട്ടിൽ തന്നെ. അതിൽ ഒരു സെക്ഷനിലാണെങ്കിൽ തന്നെ ഇപ്പോൾ തരിയോട് സുഗന്ധേരി സെക്ഷനിൽ അതിൻ്റെ അടിക്കാട് വെട്ടാൻ വേണ്ടിയിട്ട് ഒരു വിഹിതമായിട്ടൊരു എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം ഉറുപ്പ്യ ചിലവാണ്. ഈ ഇത്ര കോടി ഉറുപ്പ്യ കൊണ്ട് ഈ കേരളത്തിൽ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ നടക്കുന്ന കാര്യമല്ലത്. കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് കർഷകർ പറയുന്നു. ഈ കുരങ്ങ് പൗൽമുഴുക്കം കുരങ്ങ്, വൈകുന്നേരം പന്നി എല്ലാം കൂടെ കൃഷി എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കൃഷി ചെയ്തിരുന്ന് കിട്ടുന്നില്ല. പെരുമ്പാമ്പുണ്ട്, പന്നിയുണ്ട്, കുരങ്ങ് എല്ലാം ഉണ്ട്. ഒരു കൃഷി എടുക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത്. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴക്കാലമായി പിന്നെ ആന മനുഷ്യന് ഉറക്കം പോലുമില്ല. മനുഷ്യൻ ഉറങ്ങണ്ടേ, ഉറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ ആനയുടെ ശല്യം തന്നെ. പിന്നെ പടക്കം പൊട്ടിക്കൽ, ഒച്ചുണ്ടാക്കൽ, ഇതൊക്കെ ചെയ്ത് ആന തീർത്ത് ഓടിച്ച് അങ്ങോട്ട് കയറ്റാന്നല്ലാതെ കണ്ട് പിന്നും ആൾ മാറുമ്പോൾ വീണ്ടും പറയുമായിരുന്നു. ഒരുപാട് ദുരിതങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നതാണ്. 10 കോഴിനെ പോലും വളർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. 28 കോഴി ഉണ്ടായിരുന്ന 2 മാസം മൊത്തം കയറ്റി പിടിച്ച്. ഇത് കൂടുതൽ വില വേണോ? എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെല്ലാം തകർന്ന് തരിപ്പണമായി കൊണ്ടേയിരിക്കുക. പലയിടങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ വന്യജീവി പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്ന കാലത്ത് കൃത്യമായ പദ്ധതികൾ മുന്നോട്ട് വെച്ച ഫണ്ട് വാങ്ങിയെടുക്കാൻ വനം മന്ത്രിക്കും വകുപ്പിനും കഴിഞ്ഞില്ല. അനുവദിച്ച തുക പോലും കൃത്യമായി വിനിയോഗിക്കാനും കഴിയുന്നില്ല. 3 കിലോമീറ്റർ കുന്നമ്പുറം മുതൽ 8 മൈൽ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സ് വരെ 3 കിലോമീറ്റർ എസ്റ്റിമേറ്റ് എടുത്ത് ഫണ്ട് ചെയ്തു, ടെൻഡർ ചെയ്തു. ഒരു വർക്ക് ഒരാൾ എടുത്തു, വർക്ക് ഓർഡർ കൊടുത്തു. അയാൾ ഇവിടുന്ന് പ്രാഥമികമായിട്ട് ഇത് ലൈൻ വലിക്കേണ്ട സ്ഥലമൊക്കെ കണ്ടെത്തി, അവിടെ റോഡ് വെട്ടി, ഇവിടെ ഇതിന് മണ്ണിൻ്റെ പരിശോധന നടത്തി. ഇതെല്ലാം ചെയ്തിട്ട് ആ പൈസ നഷ്ടപ്പെടുത്തിയപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പ്രശ്നവുമില്ല, ഒരു വിഷയമില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ പറയാം, അത് നഷ്ടപ്പെട്ടു പോയി. ഒരു തെങ്ങ് കേട് വന്നിട്ടൊക്കെ മുറിക്കുകയാണെങ്കിൽ അതിൻ്റെ വേര് പിഴുതു മാറ്റാൻ JCB കൊണ്ടുപോലും എളുപ്പമല്ല. പക്ഷെ ഒരു കാട്ടാന ഒറ്റ തള്ളിന് മറിച്ചിട്ട തെങ്ങാണിത്. ഈ ഒരു തെങ്ങിന് 900 രൂപയാണ് ഒരു കർഷകന് നഷ്ടപരിഹാരം കിട്ടുക. നഷ്ടപരിഹാരമൊക്കെ പുതുക്കെ കൂട്ടിക്കൊടുക്കേണ്ട കാലം എപ്പോഴോ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും കേരള സർക്കാർ ബജറ്റിലൂടെ ഈ വനാതിർത്തിയിലെ കർഷകരെ കളിയാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.